അപ്പോൾ 5.5 എടുത്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് ഷോൾഡർ വരുന്ന അതേ 5.5 തന്നെ പിന്നെ ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നെക്ക് വിട്ട് മാർക്ക് ചെയ്തു. നെക്ക് 2.5 അപ്പോൾ 2.5 ഇവിടെ ഈ 2.5 ഇതിൻ്റെ ഹാഫ് എടുത്ത് ഇത് 5.5 ഇത് 5.5 ആണ്. അപ്പോൾ ഇതിൻ്റെ 2.5 എടുത്ത് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഈ മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ 2 ഇഞ്ചാണ് വേണ്ടെങ്കിൽ റെഡി വേണ്ടെങ്കിൽ ഇവിടെ അപ്പോൾ 1/2 ഇഞ്ച് സീം അലവൻസ് പോകും. ഈ 1/2 ഇഞ്ച് സീം അലവൻസ് പോകും. അപ്പം ഈ ബ്ലൗസിൻ്റെ അളവിലല്ലേ പറയുന്നത്. ഈ ബ്ലൗസിൻ്റെ അളവിൽ നമുക്ക് 5.5 ഇടാക്കി നെക്ക് ഇത് കിട്ടി. അപ്പം 5.5 2.25 അപ്പം 2.25 നമുക്ക് റെഡിയായി വരുമ്പോൾ കിട്ടണം. അപ്പം നമ്മളതിന് ആ 2.25 എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം ഇത് കണ്ടു ഇവിടെ നമുക്ക് റെഡി എത്ര 2.25 2.25 അപ്പോൾ ആ 5.5 നമുക്ക് പിന്നെ 2.25 ഇവിടെ റെഡി കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എത്ര ഇപ്പം എടുക്കേണ്ടത് നമുക്ക് കിട്ടേണ്ട 2.25 5.5 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ ഷോൾഡർ മൊത്തത്തെ വരുന്ന 10 അല്ലേ. അപ്പം ഈ നെക്ക് വിട്ടാണ് 5.5 പറയുന്നത്. മനസ്സിലായി. അപ്പം ആ നെക്ക് വിട്ടിൻ്റെ ഹാഫ് 2.25 റെഡി കിട്ടണം. അപ്പോൾ ആ റെഡി കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ 2.25 റെഡി വന്നേക്കുന്നത്. ഇവിടെ 1/2 ഇഞ്ച് ഈ 1/2 ഇഞ്ച് ഇവിടെ സീം അലവൻസ് കൊടുക്കും. ഈ 1/2 ഇഞ്ച് സീം അലവൻസ് ഈ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കും. മനസ്സിലായി. സീം അലവൻസ് കൊടുക്കും. പിന്നെ അപ്പം നമുക്ക് ഇവിടുന്ന് 2.25 ആ 2.25 ഇവിടെ നിൽക്കും. അപ്പം നോക്കിയോ ഈ 2.25 ഇവിടെ നിൽക്കുക. ഇവിടെ എത്ര ആയി 2.5. ഈ 2.5 എന്ന് പറഞ്ഞാൽ 1/4 ഇഞ്ച് ഇവിടെ. അപ്പം ഇത് ഈ അകത്തോട്ട് നെക്കിൻ്റെ അകത്ത് നിന്ന് 1/4 ഇഞ്ച് ഇവിടെ തയ്ച്ചു. നമ്മൾ നെക്ക് പിന്നെ ഇങ്ങനെ നെക്ക് ഇവിടെ കട്ട് ചെയ്തില്ലേ. ഈ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ നെക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് 1/4 ഇഞ്ച് ഇവിടെ സീം അലവൻസ് വേണം. ഇവിടെ ബൈക്കിങ്ങിന് കാരണം അപ്പോൾ അതാ 2.5 എടുക്കുമ്പോൾ 2.25 നമുക്ക് ഈ നെക്ക് വിട്ട് നിൽക്കും. അത് മനസ്സിലായല്ലോ അപ്പം. കറക്റ്റ് മനസ്സിലായല്ലോ ഇപ്പം. 2.5 എടുത്താൽ 2.25 വന്നിരിക്കും. 2.25 എടുത്താൽ 2.5 അപ്പോൾ അത് ഇച്ചിരി അത് കുറച്ച് എടുക്കുക. കറക്റ്റ് അളവിനേക്കാളും കുറച്ചെടുക്കും. ഈ ബൈൻഡിങ് വരുമ്പോൾ 1/4 ഇഞ്ച് നമുക്ക് സീം അലവൻസ് പോകുമ്പോൾ 2.5 എടുക്കുമ്പോൾ 2.25 റെഡി വന്ന് നെക്ക് വിട്ട് വന്ന് ഇവിടെ നിൽക്കും. മനസ്സിലായി. ബാക്കി നമുക്ക് ഇവിടെ ഷോൾഡർ എന്നുള്ളതാണ്. പിന്നെ അതേപോലെ നെക്ക് ലെന്ത് ഇത് നെക്ക് വിട്ട് അത് നെക്ക് ലെന്ത് ഈ നെക്ക് ലെന്ത് നമ്മൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിവിടെ എത്ര 6 അല്ലേ പറയുന്നത്. ഇതിൽ 6 ആണ് പറയുന്നത്. ഇത് ബാക്ക് പാർട്ടല്ലേ. ബാക്ക്. അപ്പം വേണ്ട ഈ ബാക്ക് ഈ നെക്ക് ലെങ്ത് നമ്മൾ ഒരു ബ്ലൗസിൽ നോക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്കെയിൽ ചെറിയ സ്കെയിൽ ഇങ്ങനെ വെച്ച് അപ്പം ഇവിടെ ഇതിൻ്റെ ഈ ഇത് വരുന്ന നോയിക്കാണ്. ഇപ്പം കണ്ട 5.25 നിൽക്കുന്നത്. 6 കൊടുക്കും. 6 അപ്പം 6 ഇവിടെ നിൽക്കുക അല്ല. കറക്റ്റ് 5.25 ഇപ്പം നിൽക്കുന്നത്. 5.25 മനസ്സിലായി. ഇത് കണ്ട 5 ഇവിടെ 5 നോക്ക് 5.25 കണ്ട. ഈ 5.25 നിൽക്കുന്ന കണ്ട. ഇവിടെ നോക്ക് കണ്ട. 6 ഇച്ചിരി കാണാൻ വരുന്നത് കണ്ട. ഇതാണ് നെക്ക് നിൽക്കുന്നത്. അപ്പം ഈ നമുക്ക് 6 വേണമെങ്കിൽ എടുക്കാം. 6 5.25 വേണമെങ്കിൽ 5.25 കൊടുക്കാം. ഇപ്പം എത്ര എണ്ണം അപ്പം 6 ഇവിടുന്ന് എടുക്കുന്നു. ഈ 6 വരുന്നത് 6 വരുന്നത്. അപ്പം ഈ 6 ഇവിടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസിൽ പോയിട്ടില്ലേ. 1/2 ഇഞ്ച് സീം അലവൻസിൽ പോകും. അപ്പോൾ ഈ 1/2 ഇഞ്ച് വരുമ്പോഴത്തേക്കും ഈ 6 എടുത്തത് നമുക്ക് ഇവിടെ 5.5 ഇഞ്ചായ റെഡി. ഈ 5.5
അഞ്ച് ബൈൻഡിങ് ചെയ്യുമ്പോൾ എത്ര 4 ഇഞ്ച് 4 ഇഞ്ചല്ലേ പോകണം. അപ്പം ആ 4 ഇഞ്ച് ഇവിടെ പോയി മനസ്സിലായി. അപ്പം 5.25 വരുന്നത്. അപ്പം 5.25 നമുക്ക് എത്ര വരേണ്ടത്? 6. നമ്മൾ റെഡി പറഞ്ഞിരിക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പം 6ൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എടുക്കണം? അപ്പം അതിൻ്റെ കൂടെ 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 6.25 മനസ്സിലായി. അപ്പം 6.25 പറഞ്ഞുതരാം. ഈ അര ഇഞ്ച് അവിടെ സീമ ലോഞ്ചിൽ പോയി. അര ഇഞ്ച് സീമ ലോഞ്ചിൽ പോയപ്പോൾ ഇവിടെ എത്ര വന്നു? ഇപ്പം 5.25. 5.25 ആ 4 ഇഞ്ച് ബൈൻഡിങ്ങിന് ഇവിടെ പോകുമ്പോൾ എത്ര വന്നു? 5.25 ഇത്. ഈ 5.25 ഇപ്പം സീമ ലോഞ്ച് ഇവിടെ അര ഇഞ്ച് പോയി. മേളിൽ പോയി ഷോൾഡറിൻ്റെ ഭാഗത്തിൽ സീമ ലോഞ്ച് പോയി. അപ്പോൾ 5.25 വന്നു നമുക്ക്. ഇവിടെ ഈ അകത്തോട്ടുള്ള ബൈൻഡിങ് വരുമല്ലോ, ആ ബയാസ് ബൈൻഡിങ് വരുമല്ലോ, നെക്കിൻ്റെ അവിടെ ബയാസ് ബൈൻഡിങ് വരത്തില്ലേ? ആ ബൈൻഡിങ് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ എത്ര സീമ ലോഞ്ച് ആ ബൈൻഡിങ്ങിന് പോയി? 4. ഇവിടെ എത്ര പോകുന്നത്? അതാണ് ഇവിടെ ഈ എത്ര പോകുന്നത്? ഈ ഭാഗത്ത് ഇവിടെ 2.5 അല്ലേ? ഈ 2.5 നമ്മൾ 2.25 ഇവിടെ പറഞ്ഞോ. അത് തന്നെയല്ലേ ഇങ്ങനെ വരുന്നത്. ഇവിടെ അല്ലേ നെക്ക് വരുന്നത്. ഇതല്ലേ നെക്ക് ഭാഗം. അവിടെ 4 ഇഞ്ച് ഇത് നെക്ക് വരയ്ക്കും. ഇവിടെ ഇതിപ്പം 2.6 ഇഞ്ച് 6.25 6.25 ഇട്ടല്ല ഇവിടെ 6.25 ഇവിടെ നിന്ന് 2.5 ഇഞ്ചല്ലേ ഇപ്പോൾ കൊടുത്തത്. ഈ 2.5 ഇഞ്ചല്ലേ ഇവിടെ കൊടുക്കുക. ഈ ഇവിടെ 6.25 മാറ്റുന്നത് ബോക്സ് വരയ്ക്കാം. ബോക്സ് വരയ്ക്കല്ലേ? ഇത് മനസ്സിലായോ? എന്താ ഡൗട്ട് ഉണ്ടോ? അതല്ലേ നമ്മളിപ്പോൾ 6.25 ഇവിടെ മൊത്തത്തിൽ കൊടുത്തേ. എന്നിട്ട് ഇവിടുത്തെ ഈ 1/2 ഇഞ്ച് പോകത്തില്ലേ? അതന്നെ പറഞ്ഞു 6.25 കൊടുത്തല്ലോ. 1/2 ഇഞ്ച് ഇവിടെ പോവുമല്ലോ. അന്ന് പറഞ്ഞ് 1/2 ഇഞ്ച് പോകുമ്പം എത്രയായി? 6.25 കൊടുത്തപ്പോൾ 1/2 ഇഞ്ച് പോയപ്പോൾ എത്രയായി? 6 നിൽക്കാം. ഒരു പെണ്ണെടുത്ത് അതായത് നമ്മൾക്ക് റെഡി നെക്ക് ലെന്ത് നമുക്ക് റെഡി നെക്ക് ലെന്ത് എത്ര? 6 ഇഞ്ച്. അത് 6 ഇഞ്ച് ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇവിടുന്ന് 5 ഇപ്പം നമ്മളിപ്പോൾ എത്ര കൊടുത്തു? 6.25 നമ്മൾ വിത്ത് സീമ ലോഞ്ച് ആണ് ഇത് കേട്ടോ. വരുന്നത്. അപ്പം നമ്മൾ 6.25 ഇവിടുന്ന് ഇവിടം വരെ കൊടുത്തു. 6.25 കൊടുത്തപ്പം നമുക്ക് 1/2 ഇഞ്ച് ഈ മേളിൽ പോയി. 1/2 ഇഞ്ച് 6.25 നിന്ന് 1/2 ഇഞ്ച് പോയപ്പോൾ എത്ര ആയി? 6.25 നിന്ന് മൈനസ് ഹാഫ് ഇഞ്ച് 6.25 നിന്ന് ഹാഫ് ഇഞ്ച് പോയി ഇവിടുന്ന്. അപ്പോൾ എത്ര ആയി? 5.25 ഇഞ്ച് വന്നു. മനസ്സിലായോ? 5.25 അതായത് 5.75 അതായത് 6.25 മൈനസ് 0.5 എക്സിക്കൽ 5.25. ഇത് മനസ്സിലായല്ലോ? ഈ ഇത് കിട്ടി. ഈ 5.25 കിട്ടി. ഈ 5.25ൻ്റെ കൂടെ ഈ ഇവിടെ 5.25 വന്നല്ലോ. ഈ 5 നമുക്ക് എത്ര വരേണ്ടത്? നമുക്ക് ഈ 6 അല്ലേ നമുക്കിവിടെ വരേണ്ടത്. ഈ 6 അല്ലേ ഇവിടെ വരേണ്ടത്. അപ്പോൾ ഈ ആ 6 വരണമെങ്കിൽ നമുക്കിപ്പം ഈ നെക്ക് ഇവിടെ ഈ 4 ഇഞ്ച് ഇവിടെ നെക്ക് ബൈൻഡിങ്ങിന് പോകില്ലേ? 4 ഇഞ്ച് അങ്ങനെ പോകില്ലേ? മനസ്സിലായോ? നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കുന്നപ്പോൾ ഈ റൗണ്ട് വരച്ചു. ഇങ്ങനെയല്ലേ പോകുന്നത്. ഈ 4 ഇഞ്ച് ഇവിടെ അരേഞ്ച് പോകും. മനസ്സിലായി? അപ്പോൾ ഈ ഇങ്ങനല്ലേ വരുന്നത് നമുക്ക്. ഈ ഇത് അകത്തോട്ടല്ലേ പോകുന്നത്. ഇവിടുന്ന് ഈ 4 ഇഞ്ച് സീമ ലോഞ്ച് ഇവിടെ ചെല്ലുക. അപ്പോൾ ഈ 6.25
ഈ 1/4 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ച് സീം അലവൻസിൽ പോകുമ്പോൾ എത്ര ആയി? 5.25 കൂടെ പ്ലസ് 1/4 ഇഞ്ച് 1/4 ഇഞ്ച് പോകുമ്പോൾ എത്ര ആയി? 6 ഇഞ്ചായി. അപ്പോൾ മനസ്സിലായോ? കണക്ക് മനസ്സിലായോ? അപ്പോൾ ആ 6 ഇഞ്ചിൽ വന്ന് ഇത് നമ്മൾ കൂടുക ഇവിടെ ഇത് പോകുന്ന വെച്ച് ഞാൻ ഇതും പോകുക രീതിയിലാണ് കണക്ക് ഇവിടെ 1/2 ഇഞ്ച് ഇവിടെ മേളിൽ സീം അലവൻസിൽ ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ പിടിക്കത്ത് ഈ സീം അലവൻസ് ഇവിടെ കയറി പിടിക്കുമല്ലേ? ഈ സീം അലവൻസിൽ ഇതൊന്ന് പോവുക. മനസ്സിലായോ? ഇവിടെ ഈ സീം അലവൻസിൽ ഇത് പോവുക. മനസ്സിലായോ? ഇവിടെ വരെ പോവുക. ഇവിടെയും സീം അലവൻസ് ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഈ ഇത് പോകുമ്പം ഇവിടെ എത്ര ആയി? 5.25 ഇവിടെ വന്നു. 5.25 ഇവിടെ വരുമ്പം ഇവിടെ വരുമ്പോൾ ഈ 1/4 ഇഞ്ച് ഞാൻ പറഞ്ഞില്ലേ, ആ 1/4 ഇഞ്ച് നമുക്ക് ഇവിടെ വരുന്നത്. മനസ്സിലായോ? അതിന് ഇങ്ങോട്ട് കാണിച്ചത് കണ്ട ഇവിടെ വരുന്നത് ഈ 1/4 ഇഞ്ച് കണ്ട ഈ 1/4 ഇഞ്ച് കണ്ട ഇവിടെ വരുന്നത് ഈ 1/4 ഇഞ്ച് കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ 6.25 നമുക്ക് വരുന്നതില്ല. ആ കട്ട് ചെയ്ത് മതി. അതാ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 6.25 നമ്മളിവിടെ മാർക്ക് ചെയ്യും. ഇവിടെ വന്നു 1/2 ഇഞ്ച് പോകുമ്പോൾ നമുക്ക് 6 എവിടെ വരേണ്ടത്? ഇവിടെ അല്ലേ വരേണ്ടത്? അപ്പം ഇത് കാത്തിട്ടാണ്ട് വേണം ഈ സീം അലവൻസ് വേണം. ഇത് 1/2 ഇഞ്ച് ഇവിടെ പോകുമ്പോൾ ആ 1/2 ഇഞ്ച് പോയിട്ട് ഇവിടെ പിടിച്ച് 6 ഇഞ്ച് ഇവിടെ അല്ലേ വരേണ്ടത്? ഇവിടെ അല്ലേ വരേണ്ടത്? അപ്പം കറക്റ്റ് ആകുന്നുണ്ട. ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് കണ്ട ആ 6 ഇഞ്ച്. അതുകൊണ്ട് 6.25 പിടിച്ചത് കറക്റ്റ് 6 ഇഞ്ച് ഇവിടെ എത്തും. ആ 6 ഇഞ്ച് വരുന്ന സീം അലവൻസും കഴിഞ്ഞിട്ട് 6 ഇഞ്ച് പിടിച്ചു. നിങ്ങളല്ലെങ്കിൽ മനസ്സിലായി? കണ്ട കറക്റ്റ് റെഡി ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ആ ഇത് വന്നേക്കണോ? നമ്മൾ ആ സീം അലവൻസും വന്ന് നിൽക്കുന്ന എവിടെ നോക്കി ഇവിടെ അല്ലേ? 6 ഇഞ്ച് വേണം. ആ റെഡി ചെയ്ത് ഇവിടെയും ഈ നെക്കും ഫിനിഷ് ആകുമ്പോഴത്തേക്കും ഈ 6 ഇഞ്ച് വന്ന് കറക്റ്റ് നിൽക്കും. അപ്പോൾ മനസ്സിലായല്ലോ? അത് ഓക്കെ.